ഗൈസ്, ഐ ആം സോ സാഡ് ടു ഹിയർ ദിസ്. എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബിറ്റ്കോയിനകത്ത് ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ബിറ്റ്കോയിൻ 0 നിന്ന് 100,000 എത്തി, അതിനി ഡിമിനിഷിങ് റിട്ടേണിലേക്കല്ലേ പോകുന്നത്? അതായത് ഓരോ വർഷം കഴിയും തോറും, ഇനി മുതൽ ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു അല്ലേ വരുന്നത്? ഗൈസ്, ലിസൺ മീ, എനിക്ക് നിങ്ങളോട് ഇതാണ് പറയാനുള്ളത്. വാട്ട് വി ഹാവ് സീൻ സോ ഫാർ ഇസ് നത്തിങ്. നമ്മൾ ഇത്ര നാൾ നമ്മുടെ പുറകിൽ കണ്ട ഗ്രോത്ത് ഉണ്ടല്ലോ, കഴിഞ്ഞ 15 കൊല്ലത്തെ ഗ്രോത്ത്, ദാറ്റ് ഈസ് നത്തിങ്. ഇനോർമസ് ഗ്രോത്ത് ഈസ് നോട്ട് ബിഹൈൻഡ് us, ദാറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് us. നമ്മുടെ മുന്നിലാണ് നമ്മളിനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഗ്രോത്ത് കിടക്കുന്നത്. ബിറ്റ്കോയിൻ ഇസ് ജസ്റ്റ് ബേബി. ബിറ്റ്കോയിൻ ഇത്ര നാൾ ഇറ്റ് വാസ് ജസ്റ്റ് വാമിങ് അപ്പ്. അതൊരു വാമപ്പ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അവൻ. സോ ദ സ്പ്രിന്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് us. സോ ഗൈസ്, ലിസൺ മീ, ഐ എം ജസ്റ്റ് ഷൗട്ടിങ് ഫ്രം മൈ റൂഫ് ടോപ്പ്. ഐ എം ജസ്റ്റ് പൗണ്ടിങ് മൈ ടേബിൾ. ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു എൻ്റർ ഇൻ ബിറ്റ്കോയിൻ. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഒരിക്കലും മിസ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് കാണിക്കാൻ വേണ്ടി പോകുന്നത്, ഐ വിൽ ജസ്റ്റ് പ്രൂവ് ഇറ്റ്. നമ്മുടെ ഗ്രോത്തിന് കിടക്കുന്നത് ഇനി വരാൻ പോകുന്ന വർഷങ്ങളാണ്. ഇനി ഗോൾഡൻ ഡേയ്സ് ബിറ്റ്കോയിൻ്റെ. കഴിഞ്ഞതൊന്നും നമ്മൾ ആ വളർച്ച എന്ന് പറയുന്നത് ഇസ് നത്തിങ്. 2 തരം ആളുകളുണ്ട് ഈ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റിൽ. ഒരു ഗ്രൂപ്പ് പറയുന്നു ബിറ്റ്കോയിന് ഡിമിനിഷിങ് റിട്ടേണിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം. അതായത് അതിന് ഗ്രോത്ത് ഗ്രാജുവലി കുറഞ്ഞു വരുവാണെന്നുള്ള കാര്യം. വേറൊരു ഗ്രൂപ്പ് പറയുന്നു, നോ, ഡിമിനിഷിങ് റിട്ടേൺ അല്ല, ഇനി വരാൻ പോകുന്ന 10 തൊട്ട് 15 കൊല്ലമാണ് ഇനി ബിറ്റ്കോയിൻ്റെ കാണാൻ പോകുന്ന ഗ്രോത്ത് എന്ന് പറയുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കുവാണ്, വേർ ഐ എം സ്റ്റാൻഡിങ്, ഫസ്റ്റ് ഗ്രൂപ്പിലാണോ സെക്കൻഡ് ഗ്രൂപ്പിലാണോ? നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു ഉത്തരം, ഞാൻ എൻ്റെ എക്സ്ട്രീമിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. ഈ 2 ഗ്രൂപ്പിൽ ഞാൻ നിൽക്കുന്നില്ല. വാട്ട് ഐ ആം സേയിങ് ഈസ്, നമ്മുടെ ലൈഫ് ടൈമിൽ ഒരിക്കലും ഇനി ഡിമിനിഷിങ് റിട്ടേൺ ബിറ്റ്കോയിനിൽ കാണാൻ പോകുന്നില്ല. നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലർക്കും 30 വയസ്സാകാം, 35 ആകാം, 40 ആകാം. സോ വി വിൽ നെവർ സീ എ ഡിമിനിഷിങ് റിട്ടേൺ. നമ്മുടെ ലൈഫ് ടൈമിൽ ഒരിക്കലും നമ്മൾ ബിറ്റ്കോയിനിൽ ഡിമിനിഷിങ് റിട്ടേൺ കാണാൻ പോകുന്നില്ല. ഐ എം ഗോയിങ് ടു പ്രൂവ് ഇറ്റ്. ഞാൻ ഡേറ്റയിലൂടെ പോകാം. ഐ വിൽ ഷോ യു, ഐ വിൽ പ്രൂവ് ടു യു ദാറ്റ് ദർ ഇസ് നോ മോർ ഡിമിനിഷിങ് റിട്ടേൺ. നമ്മൾ ആ ഡിമിനിഷിങ് റിട്ടേൺ കാണാൻ പോകുന്നില്ല. ഗൈസ്, നിങ്ങളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്. ഫൈനാൻഷ്യൽ സെക്ടറിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ 10 തൊട്ട് 15 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഇസ് എ ബേബി. ഒരു ബേബി ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ 15 കൊല്ലം അല്ലെങ്കിൽ ആ 10 കൊല്ലം അവനത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവൻ എങ്ങനെ സസ്റ്റെയിൻ ചെയ്തു, അതിൻ്റെ ലോഞ്ചിവിറ്റി. അതായത് ഈ 10 തൊട്ട് 15 കൊല്ലത്തിനകത്ത് തന്നെ ആ അസറ്റ് വാർ കണ്ടിട്ടുണ്ടായിരിക്കും, യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിരിക്കും, അൺസർട്ടനിറ്റി, അല്ലേ? അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ അവൻ ഫേസ് ചെയ്ത് പോയിട്ടൊരു അസറ്റായിരിക്കും. അന്നേരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിഗ് ആയിട്ടുള്ള വലിയ ഫേമുകൾ, ഹ്യൂജ് അസറ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇതിനെ നോക്കി കാണുന്നത്. ഓക്കെ, ഇവനാൾ കൊള്ളാം. അതിനുശേഷം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ദേ വിൽ പുട്ട് ഹ്യൂജ് മണി. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ അസറ്റുകൾ വളരെയധികം ഗ്രോത്ത് കാണുന്നത്. ഐ വിൽ ഷോ യു ദാറ്റ്. അതായത് 10 തൊട്ട് 15 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ ബേബി. ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ ഒരു 10 തൊട്ട് 15 കൊല്ലം എന്ന് പറയുന്നത് ഒന്നുമല്ല. അതിന് വളർച്ച കാണാൻ വേണ്ടി പോകുന്ന 15 അല്ലെങ്കിൽ 10 കൊല്ലത്തിന് ശേഷമാണ് അതിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യലിലേക്ക് അത് വളരുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പം ഈ ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് 15 കൊല്ലമായില്ലേ 0 to 100,000. ബഡി, ദാറ്റ് ഈസ് നത്തിങ്. ഈ 2009 മുതൽ 2024 വരെ അല്ലെങ്കിൽ 23 വരെ റീറ്റെയിലേഴ്സ് മാത്രമായിരുന്നു ഈ ഒരു മാർക്കറ്റ് പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. റീറ്റെയിലേഴ്സ് മാത്രം. എൻ്റെയും നിങ്ങളെപ്പോലുള്ളവർ, നമ്മളെക്കാളും കൂടുതൽ പൈസ അത്യാവശ്യമുള്ള റീറ്റെയിലേഴ്സ്, മില്യണേഴ്സ്, അല്ലെങ്കിൽ പറയാം ബിറ്റ്കോയിൻ്റെ ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി 100,000 അല്ലെങ്കിൽ ഒരു 10,000, 15,000, 20,000 ബിറ്റ്കോയിൻ കൈവശമുള്ള ആളുകൾ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ്, അവരാണ് ഇത്രയും നാൾ ഈ 0 നിന്ന് 100,000 ബിറ്റ്കോയിൻ എത്തിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, 2023 വരെ ലോകത്തിലുള്ള വലിയ ഫേംസ്, ബ്ലാക്ക് റോക്ക് അങ്ങനെയുള്ള വലിയ ഫേംസ്, അസറ്റ് മാനേജേഴ്സ്, അല്ലെങ്കിൽ കൺട്രി, അല്ലെങ്കിൽ കമ്പനി, ബാങ്ക്, ഇവർക്കൊന്നും ബിറ്റ്കോയിൻ ആക്സസ് ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. റെഗുലേറ്റഡ് അല്ലായിരുന്നു. ഇപ്പോൾ റെഗുലേറ്റഡ് ആയി. എന്ന് മുതൽ 2024 മുതൽ എസ്പെഷ്യലി US ഉള്ള എല്ലാ ബാങ്കുകൾക്കും എല്ലാ കമ്പനികൾക്കും ബിറ്റ്കോയിൻ ആക്സസ് ചെയ്യാം. എല്ലാ ഫണ്ട്
ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫാമിലി ഓഫീസേഴ്സുകൾക്ക് എല്ലാവർക്കും ഇപ്പോഴാണ് റെഗുലേറ്റഡ് ആക്കിയതിനു ശേഷം ബിറ്റ്കോയിൻ മേടിക്കാനുള്ള അവസരങ്ങൾ വന്നു തുടങ്ങുന്നത്. 2024 മുതൽ. ഞാൻ പറയുന്നത് US മാത്രം കാര്യങ്ങളാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ നാളത്തെ ദിവസത്തിന് വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എന്താണ് US സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, ബിറ്റ്കോയിൻ റിസർവ് അസറ്റ് ആക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നാളെ അറിയാം. അത് കഴിഞ്ഞ് ആലോചിച്ച് നോക്കിയേ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഓട്ടമായിരിക്കും എന്തിനു വേണ്ടി? ബിറ്റ്കോയിൻ റിസർവ് ആക്കാൻ, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ റെഗുലേഷൻ ആക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. ഇതുവരെ ലോകം വന്നിട്ടില്ല, ഹ്യൂജ് ആയിട്ടുള്ള മണി ഇതുവരെ ബിറ്റ്കോയിനിലേക്ക് വന്നിട്ടില്ല. ഇത്രയും നാൾ കണ്ടത് വെറും റീറ്റെയിലേഴ്സ് പമ്പ് ചെയ്ത ബിറ്റ്കോയിനാണ്. അവരുടെ അറിവ് കൊണ്ട് ഇത് പൊട്ടൻഷ്യൽ ആണെന്നുള്ള അസറ്റ് ആണെന്ന് പറഞ്ഞ് പൈസ അതിനകത്തോട്ട് വന്നതിൻ്റെ ഒരു മാറ്റങ്ങൾ മാത്രമാണ് കണ്ടത്. ഇനിയാണ് ഹ്യൂജ് ആയിട്ടുള്ള മണി ഇൻവെസ്റ്റ്മെൻറ്റ് ബിറ്റ്കോയിനിലേക്ക് പോകുന്നത്. ഗൈസ്, ഐ വിൽ ഷോ യു കപ്പിൾ ഓഫ് തിങ്സ് ടുഡേ. സോ നമുക്ക് ഇപ്പം മുതൽ നമുക്കിത് പ്രൂവ് ചെയ്യാം, ഡിമിനിഷിങ് റിട്ടേൺ അല്ല ബിറ്റ്കോയിൻ എന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് ആദ്യമേ ആപ്പിളിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ആപ്പിൾ തുടങ്ങിയത് എപ്പോഴാണ്? 1980 തൊട്ട് 2004 വരുമ്പോഴാണ് ആപ്പിളിന് ഒരു ട്രാക്ഷൻ കാണുന്നത്, ഒരു ഗ്രോത്ത് കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ 23 കൊല്ലം ഈ ഒരു ആപ്പിൾ എങ്ങനെയായിരുന്നു? ഈ നോക്കി ഗ്രോത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. അതായത് അതിശക്തമായിട്ട് മേപ്പോട്ട് പോകും, അതുപോലെ തന്നെ 83% ഡ്രോപ്പ് ചെയ്യും അല്ലേ? അതേപോലെ തന്നെ വീണ്ടും 81% ഡ്രോപ്പ് ചെയ്യും. അതായത് ബിറ്റ്കോയിൻ ഓരോ 4 സൈക്കിളിലും ഡ്രോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ 86%, 85% ആപ്പിളും ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ നോക്കി 23 കൊല്ലം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 23 കൊല്ലം ആപ്പിൾ മാർക്കറ്റിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആപ്പിളിൻ്റെ റിയലായിട്ടുള്ള വളർച്ച നിങ്ങളിവിടെ കാണുന്നത്. കണ്ടോ? ഇപ്പോഴും ആപ്പിൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ ഞാൻ പറയുന്നത്? ഇപ്പോഴും ആപ്പിൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കൊല്ലമായി? 20 കൊല്ലമായിട്ട്. 23 കൊല്ലം വരെ ഇറ്റ് വാസ് എ ബേബി ബഡി. ഇവിടെ വെച്ചാണ് ഗ്രോത്ത് തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി NVIDIA എടുക്കാം. NVIDIA എത്ര നാളായി? 17 കൊല്ലം. 17 കൊല്ലം ഇറ്റ് വാസ് എ ബേബി. അതിനുശേഷം ഗ്രോത്ത് കണ്ടോ? അതിനുശേഷമായിരുന്നു ഗ്രോത്ത്. ഇപ്പോഴും NVIDIA നിന്നിട്ടുണ്ടോ? ഇല്ല. NVIDIA തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനിയും ഗ്രോത്ത് കിടക്കുന്നേ ഉള്ളൂ അങ്ങോട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും ഗ്രോത്ത് അങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളൂ. 17 കൊല്ലം. ഇനി ആമസോൺ എടുക്കാം. എത്ര കൊല്ലം? 12 കൊല്ലം. ഇറ്റ് വാസ് എ ബേബി. അതിനുശേഷമാണ് ഗ്രോത്ത് വരുന്നത്. ഗൈസ്, ഈ ഒരു ഇനി ബിറ്റ്കോയിനിലേക്ക് പോവാം. 15 കൊല്ലം അല്ലേ? ഇനിയാണ് ഗ്രോത്ത് വരുന്നത് അങ്ങോട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയാണ് ഗ്രോത്ത്. ഞാൻ പറഞ്ഞു ആദ്യമേ, ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ 10 തൊട്ട് 15 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്. ആ സമയമാണ് ഈ ഒരു അസറ്റിന് അതിൻ്റെ സ്റ്റെബിലിറ്റിയും സസ്റ്റൈനബിലിറ്റിയൊക്കെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതിനുശേഷമായി അതിനകത്തൊരു ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് വരത്തുള്ളൂ. അത് തന്നെയല്ലേ നമ്മളിപ്പോഴും ബിറ്റ്കോയിൻ കാണുന്നത്. 2024 മുതൽ ബ്ലാക്ക് റോക്ക് വരുന്നു അല്ലേ? വലിയ ബാങ്കുകൾ വരുന്നു. US റെഗുലേഷൻസ് അത് ഈ വേഗത്തിൽ നടത്തുന്നു. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ബിറ്റ്കോയിൻ കൂടുതൽ വേണമെന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു. ബാങ്കിന് അപ്രൂവൽ കൊടുക്കുന്നു, കമ്പനികൾക്ക് അപ്രൂവൽ കൊടുക്കുന്നു, ഫാമിലി ഓഫീസേഴ്സുകൾക്ക് അപ്രൂവൽ കൊടുക്കുന്നു, ബ്ലാക്ക് റോക്ക് പോലുള്ള വലിയ അസറ്റ് മാനേജേഴ്സിന് അപ്രൂവൽ കൊടുക്കുന്നു 15 വർഷങ്ങൾക്ക് ശേഷം. സോ നൗ യു തിങ്ക് ഡിമിനിഷിംഗ് റിട്ടേൺ? നോ. അതും നമുക്കിവിടെ പ്രൂവ് ചെയ്യാം. ഇനി ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ബിറ്റ്കോയിനാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 1 ട്രില്യൺ അസറ്റിലേക്ക് എത്തുന്നത്. മൈക്രോസോഫ്റ്റ് 44 കൊല്ലം എടുത്തു 1 ട്രില്യൺ അസറ്റിലേക്ക് എത്താൻ. 44 കൊല്ലം. ആപ്പിൾ 42 കൊല്ലം. ആമസോൺ 24, ഗൂഗിൾ 21, ബിറ്റ്കോയിൻ 12, ഐ വുഡ് സേ 11 ഇയേഴ്സ് ആക്ച്വലി. ടെസ്ലയും ഇതിലേക്ക് വരും ഏകദേശം 12 ഇയർ.
മനസ്സിലാവുന്നല്ലോ. ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് 0 നിന്ന് 100,000 എത്തി. ഇറ്റ്സ് എ ബേബി. മനസ്സിലാക്കണം, ഇറ്റ്സ് എ ബേബി. ഇറ്റ് വാസ് വാമിങ് അപ്പ്. ഐ ഷോ യു ദാറ്റ്, റൈറ്റ്? ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോപ്ഷൻ കർവാണ്. അഡോപ്ഷൻ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടെക്നോളജിയും, ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും ഒരു അഡോപ്ഷൻ കർവിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അഡോപ്ഷൻ കർവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അഡോപ്ഷൻ കർവ്. ഇതിനകത്ത് ഞാൻ എടുത്തോട്ടെ. ഓക്കെ അഡോപ്ഷൻ കർവിൻ്റെ ഒരു എവിടെ ആടിയത്? ഓക്കെ, ഒരു സാമ്പിൾ കാണിക്കാം. ഇത് കണ്ടോ, ആദ്യം ഒരു ടെക്നോളജി, ഇപ്പോൾ ടെലിഫോൺ എടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എടുക്കാം. ആദ്യത്തെ അഡോപ്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ പയ്യെ ഇങ്ങനെ വരത്തുള്ളൂ. എന്നിട്ട് ഒരു അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ എത്ര ആളുകൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയെന്നനുസരിച്ചാണ് കേട്ടോ. ആദ്യം ആ ടെക്നോളജി പയ്യെ ഒരു ചെറിയൊരു ലൈന് മുകളോട്ട് പൊങ്ങി വന്നിട്ട് പെട്ടെന്നൊരു പോക്കായിരിക്കും. ഒരു 10%, ലോകത്തിലെ 10%-ൽ കൂടുതൽ ആളുകൾ അഡോപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോക്ക് കണ്ടോ, ഇതാണ് റിയൽ ആയിട്ടുള്ള അഡോപ്ഷൻ, ഒരു ഗ്രോത്ത് നടക്കുന്നത്. എന്നിട്ട് ലോകത്തിലൊരു 80% ആളുകൾ ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പയ്യെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് പോകും. നിങ്ങൾക്ക് ഇവിടെ കാണാം ടി വി ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം ലോകത്തെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ടി വി ഉണ്ട്. ടി വി അക്സസബിളാണ്. പണ്ടങ്ങനെ ആയിരുന്നോ? അല്ല. ഇപ്പോഴും ഇലക്ട്രിസിറ്റി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോഴും ഇലക്ട്രിസിറ്റി ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടില്ല. അതിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു ടെക്നോളജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു എസ് കർവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം എസ് മോഡലല്ലേ ഇരിക്കുന്നത്, എസ് മോഡലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എസ് കർവിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തേത് ഇനിഷ്യൽ എമർജിങ് മാർക്കറ്റ്, ഹൈ ഗ്രോത്ത് മാർക്കറ്റ്, മെച്യൂർ മാർക്കറ്റ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത്, ഓക്കെ ഞാൻ അതിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ വന്നല്ലോ അഡോപ്ഷൻ കർവ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏകദേശം 2.5% അഡോപ്ഷൻ വരുന്നവരെ ഇന്നോവേറ്റേഴ്സ് എന്ന് വിളിക്കും. അതായത് ലോകത്ത് ഏതൊരു ടെക്നോളജിയാണോ പുതിയതായിട്ട് വന്നു അത് ആദ്യമേ അഡോപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയവർ. അതായത് ആ ലോകത്തിൽ 8 ബില്യൺ ജനങ്ങളുണ്ട്. ഇപ്പം ആ 8 ബില്യൺ ജനങ്ങളിലാകെ 2% അല്ലെങ്കിൽ 2.5% മാത്രമേ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പം. ഓക്കെ, അതിനെയാണ് 2.5%, അതിനെയാണ് നമ്മൾ ഇന്നോവേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ 2.5%-ന് മുകളിലോട്ട് ഒരു 10% വരെ ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയും. അതായത് ആദ്യമായിട്ട് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നവരെയും ആ ഒരു 10%-നകത്ത് നിൽക്കും. ഇവിടെ നിങ്ങൾ കണ്ടോ, ഒരു 10%-ന് ശേഷം ഓക്കെ, ഈ ഒരു 10%-ന് ശേഷം ഇതിൻ്റെ എസ് കർവ്, ഈ ടെക്നോളജിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടോ ഇവിടം വരെ. ആ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ 10% മുതൽ പിന്നീട് കൊണ്ട് ആളുകൾ അത് ശക്തമായിട്ട് ഈ ഒരു ടെക്നോളജിയെ യൂസ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതിനുശേഷം ഇത് മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തും. ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് പോലെ ഒരു ലൈൻ ഇങ്ങനെ ഏകദേശം സ്ട്രെയിറ്റ് ലൈനിലേക്ക് പോകും. ഇവിടെ ഏർലി മെജോറിറ്റി ഉണ്ട്, ലേറ്റ് മെജോറിറ്റി ഉണ്ട്. ഇന്ത്യ എപ്പോഴും ഇങ്ങനെയുള്ള ടെക്നോളജിയിൽ ഈ 40%-നകത്ത് വരും. ഈ ലേറ്റ് ആയിട്ടുള്ള എപ്പോഴും ഇന്ത്യക്കാർ വരത്തുള്ളൂ. നിങ്ങളൊരു കാര്യം ഓർക്കണം, ബിറ്റ്കോയിൻ ലോകത്ത് അഡോപ്ഷൻ ചെയ്തേക്കുന്നത് less than 1% ഉള്ളൂ ആളുകൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഇന്നോവേറ്റേഴ്സിൻ്റെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. 10% ആകുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട്. അതായത് യഥാർത്ഥ ഗ്രോത്ത് ലോകത്തിൽ ഏകദേശം 10% ആളുകൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തുടങ്ങും. 1% താഴെ ലോകത്തിൽ ബിറ്റ്കോയിൻ അഡോപ്ഷൻ നടന്നിട്ടുള്ള യഥാർത്ഥത്തിൽ അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടോ, ഓക്കെ, നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ 0.01, അതിനെ ബിറ്റ്കോയിനാണ് സൂക്ഷിക്കുന്നത്. 0.01 ബിറ്റ്കോയിൻ, 0.1 ബിറ്റ്കോയിൻ, 1 ബിറ്റ്കോയിൻ. ഇവിടെ 0.01 ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിറ്റ്കോയിൻ്റെ 1% കൈവശമുള്ള ആളുകൾ. 0.1 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബിറ്റ്കോയിൻ്റെ 10%. 1 ബിറ്റ്കോയിൻ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം 1 ബിറ്റ്കോയിൻ. അപ്പോൾ 0.01% ഒരു ബിറ്റ്കോയിൻ്റെ 1% ഉള്ള എത്ര വാലറ്റുകളുണ്ട് എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇവിടെ കാണാൻ നോക്കും 12 മില്യൺ വാലറ്റുകളേ ഉള്ളൂ. അപ്പോൾ ഈ 0.01 എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആണ്. അപ്പോൾ അതിന് മുകളിലോട്ട്
ഈ 10% ആകാം ഒരു ബിറ്റ് കോയിൻ്റെ ഇത് ഫുള്ളായിട്ട് കാണാം. പറയുന്നത് അറ്റ്ലീസ്റ്റ് 0.01 മുകളിലോട്ടുള്ള വാലറ്റുകളുടെ എണ്ണം 12 മില്യനേ ഉള്ളൂ. അപ്പോൾ 8 ബില്യൺ ഉണ്ട് ഈ ലോകത്ത് ജനങ്ങൾ, അതിൻ്റെ 12 മില്യൺ ആളുകളേ ഉള്ളൂ 0.01 അറ്റ്ലീസ്റ്റ് വാലറ്റുകളുള്ളത്. അപ്പോൾ ലെസ് ദാൻ 1% അഡോപ്ഷൻ. നിങ്ങൾക്കിവിടെ കാണാം ഒരു ബിറ്റ് കോയിനിൽ കൂടുതലുള്ള വാലറ്റുകളുടെ എണ്ണം എത്രയാണ്? ഏകദേശം 1 മില്യൺ അടുത്ത് വരും. 10,000 ബിറ്റ് കോയിന് കൂടുതലുള്ളത് എത്രയാണ്? 96 അഡ്രസ്സുകളിലേ ഉള്ളൂ ഈ പറയുന്ന 10,000-ത്തിൽ കൂടുതൽ ബിറ്റ് കോയിൻ ഉള്ളത്. 1000 എത്രയാണ്? 2041 അഡ്രസ്സുകളിൽ. 100 ബിറ്റ് കോയിൻ കൂടുതലുള്ളത് 17,972 അഡ്രസ്സുകളിൽ. ഒരു ബിറ്റ് കോയിന് കൂടുതലുള്ളത്, ഒരു ബിറ്റ് കോയിനും അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളത് ഈ പറഞ്ഞ 1 മില്യൺ. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ 2% ഈ 2.5-ലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നോവേറ്റേഴ്സ്. ദാറ്റ്സ് വൈ ഐ ആം സേയിങ് ഗൈസ്, കം ടു ബിറ്റ് കോയിൻ റൈറ്റ് നൗ. മനസ്സിലാവുന്നുണ്ടോ? ഇനിയാണ് ഗ്രോത്ത് കിടക്കുന്നത്. 2032 ഏകദേശം 10% അഡോപ്ഷനിലേക്ക് എത്തുമെന്ന് ഏകദേശം കാൽക്കുലേഷൻ അനുസരിച്ച്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളെങ്ങനെ അഡോപ്ഷൻ ചെയ്തു അതിൻ്റെ സ്പീഡൊക്കെ കാൽക്കുലേഷൻ ചെയ്തിട്ട് 2032 ആകുമ്പോഴത്തേക്ക് ഏകദേശം 30 ആകുമ്പോഴത്തേക്ക് ഏകദേശം 10%, 2030 ആകുമ്പോഴത്തേക്ക് ഈ ഒരു 10%-ലേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം 35 ആകുമ്പോഴത്തേക്ക് ഏകദേശം ലോകത്തിലെ തന്നെ ഏകദേശം 2 ബില്യൺ ജനങ്ങൾ, ഇപ്പോൾ 8 ബില്യൺ ജനങ്ങളാണ് മൊത്തത്തിലുള്ളത്, 2 ബില്യൺ ജനങ്ങളോളം 2030 തൊട്ട് 35 ഇടയിൽ അഡോപ്ഷൻ ചെയ്യുമെന്നാണ് കരുതിയേക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ 10% മുകളിലോട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങും. അതിനുശേഷമാണ് നമ്മൾ ഹ്യൂജ് ആയിട്ടുള്ള ഗ്രോത്ത് കാണുന്നത്. ഈ ടെക്നോളജി എപ്പോഴും ഈ ബിറ്റ്കോയിൻ്റെ ടെക്നോളജി, ഓഫ് കോഴ്സ് ബിറ്റ്കോയിൻ ടെക്നോളജിയാണ്, അത് ഈ 2.5-ന് താഴെ നമ്മൾ ഈ പ്രദേശത്ത് കിടക്കുവാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ സി, ഇത് 2022-ലാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ ഏകദേശം ഈ ഭാഗത്താണ് ഇപ്പോഴും. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഉള്ളൂ. ഇനിയാണ് വളർച്ച കിടക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഇവിടെ വ്യക്തമാക്കാൻ നോക്കും. നിങ്ങൾ ഈ കണ്ട ഈ ഒരു ചാർട്ട് കണ്ടില്ലേ? ഓരോ ടെക്നോളജിയും പോകുന്ന ഒരു എസ് കർവിലൂടെയാണ്. ആ ഒരു ഗ്രോത്ത് വരുന്നത് ഈ ഒരു പോർഷനാണ്. പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു പോർഷനിലാണ് 10% തൊട്ട് മേപ്പോട്ട് അഡോപ്ഷനിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഹ്യൂജായിട്ട് പോകുന്നൊരു ഗ്രോത്താണ്. അതിലാകണം നമ്മൾ നിൽക്കേണ്ടത്. നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ ഒരിക്കലും ഒരു ഡിമിനിഷിങ് റിട്ടേണിലല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഇറ്റ്സ് ജസ്റ്റ് എ ബേബി. ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളല്ല, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ, ഇൻ്റർനെറ്റ് 1990-91 മുതൽ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതിന് മുന്നേ ജസ്റ്റ് പ്രൈവറ്റൈസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് ഇല്ലീഗലായിരുന്നു അതിന് മുന്നേ. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ 90 തൊട്ട് 2024 വരെ ലോകത്ത് എത്ര ശതമാനം? 66% പോപ്പുലേഷൻ അത് യൂസ് ചെയ്യുന്നുള്ളൂ. 66%. ഇപ്പോൾ നോക്കി ഏകദേശം എത്ര കൊല്ലമായി? ഇവിടെ 10, 20, 30 ഓക്കെ 34 കൊല്ലമായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇൻ്റർനെറ്റാണ് നമ്മൾ ഇത്ര നാൾ കണ്ടേക്കുന്നത് ഫാസ്റ്റായിട്ട് വളർന്നത്. പിന്നെ മൊബൈൽ ഫോൺ വന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് ബിറ്റ്കോയിനാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇൻ്റർനെറ്റിനേക്കാളിലും ഫാസ്റ്റായിട്ട് ഇപ്പോൾ അഡോപ്ഷൻ നടക്കുന്നത് ബിറ്റ്കോയിനിലാണ്. അപ്പോൾ 2024 5.3 ബില്യൺ ആളുകളെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. 8 ബില്യൺ ആളുകളുണ്ട്. 60% ആകെ ഏകദേശം 60%, 66% ഒക്കെ ആളുകൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ആ എസ് കർവ് കിടക്കുന്നുണ്ടല്ലേ? ആ എസ് കർവ് നമ്മൾ ഏകദേശം ഇപ്പം നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പോയിന്റിലായിരിക്കും. 2004 എങ്ങനെയാണോ ഇൻ്റർനെറ്റ് ഉള്ളത് ആ ഒരു പൊസിഷനിലായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് ശേഷം കണ്ടോ ഈ ഒരു കർവ്, ഈ ഒരു ഗ്രോത്തിൻ്റെ ഫേസ് കണ്ടോ? ഇപ്പോഴും ഇൻ്റർനെറ്റ് 66% അഡോപ്ഷൻ നടന്നിട്ടുള്ളൂ ഇൻ്റർനെറ്റ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഡിമിനിഷിങ് റിട്ടേൺ ആണോ ഇനി? അല്ല.
ഡിമിനിഷൻ റിട്ടേൺ ഇല്ല, നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനിയും വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് കിടക്കുകയാണ്, ഹ്യൂജ് ആയിട്ടുള്ള ഗ്രോത്ത്. ഇനി വേറൊരു കാര്യം കാണിക്കാൻ, ഗ്ലോബൽ ഇൻ്റർനെറ്റ് സ്പീഡ് റൈസിങ് റാപ്പിഡ്ലി. 2020 24.8, ഓക്കെ, ഇപ്പോൾ 46.8 Mbps സ്പീഡാണ് പറയുന്നത്, ഡൗൺലോഡ് സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇത് കൂടി വരുവാണ്. ഇപ്പോൾ ഈ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ട് 34 കൊല്ലമായി, അല്ലെങ്കിൽ അതിന് മുന്നേ ആയി, ഒത്തിരി കൊല്ലങ്ങൾക്ക് മുന്നേ. ഓക്കെ, യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 50 കൊല്ലത്തോളം പഴക്കമുണ്ട് ഇൻ്റർനെറ്റ് എന്നുള്ള പറയുന്ന ഈ ഒരു ടെക്നോളജിയുടെ വയസ്സെന്ന് പറയുന്നത്. ഇപ്പോഴും ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് യഥാർത്ഥ ഗ്രോത്തിലേക്ക് ഇൻ്റർനെറ്റ് പോകുന്നത്, യഥാർത്ഥ യൂസിലേക്ക് ഇൻ്റർനെറ്റ് പോകുന്നത്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഈ ഇന്നോവേഷൻ, ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് പുതിയ ടെക്നോളജിയാണ്, ഒരു മോണിറ്ററി സിസ്റ്റമാണ്. ഇനി ലോകത്തുള്ള എല്ലാവരും ഇൻ്റർനെറ്റിലാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിലാണ്, അല്ലെങ്കിൽ സൈബർ സ്പേസിലാണ് അവർ വാല്യൂ സൂക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. ഒരിക്കലും ബാങ്കുകളിലല്ല. ഇനി ആ ഒരു യുഗം കഴിഞ്ഞു. ബാങ്കിൽ ആർക്കും വിശ്വാസമില്ല, ഗവൺമെൻറ്റിന് ആർക്കും വിശ്വാസമില്ല. ഗവൺമെൻറ്റിനും ബാങ്കിനും നിൽക്കാത്തൊരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു അസറ്റ്, ഒരു എനർജി, ഒരു ഫോഴ്സ്, അതിലേക്കാണ് നമ്മൾ ഇനി മുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയുടെ വാല്യൂ നമുക്ക് ലോകത്തൊരു മനുഷ്യനും ഓൾട്ടർ ചെയ്യാനൊക്കാത്ത, അല്ലെങ്കിൽ ആ വാല്യൂ നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കാത്ത ഒരിടത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അത് അങ്ങനെ ഒരു സംഭവം ഇന്ന് ലോകത്തില്ലായിരുന്നു. ആദ്യമായിട്ടാണ് അത് എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് ഈ ലോകത്തിൽ ഇല്ലാത്തൊരു സാധനത്തിൻ്റെ, അല്ലെങ്കിൽ ഇഥീരിയൽ വേൾഡിലുള്ള ഒരു സാധനത്തിനെ ലോകത്തിലുള്ള റിയൽ ആയിട്ടുള്ളൊരു എനർജിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊരു ഒരു സൈബർ സ്പേസ്. മനസ്സിലായി? നമ്മൾ ഇത്ര നാൾ കരുതിയിരുന്നത് ഫിസിക്കൽ വേൾഡിലാണ് ഏറ്റവും ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റ് ഉള്ളതെന്നുള്ളതാണ്. പക്ഷേ സതോഷി കണ്ടെത്തിയത് അല്ല, ഡിജിറ്റൽ വേൾഡിലാണ് ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു അസറ്റ് ഉള്ളത്. ഹാർഡായിട്ട് ഇൻ ദ സെൻസ് അത് ലോകത്തിൽ അധികം ഇല്ല. നോ വൺ ക്യാൻ ടേക്ക് ഇറ്റ്, നോ വൺ ക്യാൻ പ്രിൻറ്റ് ഇറ്റ് മോർ, നോ വൺ ക്യാൻ ഡിസ്ട്രോയ് ഇറ്റ്. കാരണം അത് ലോകത്തിലെ എനർജിയുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. സോ അങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് ആളുകൾക്ക് എന്തോ ഇനിഷ്യലായിട്ട് ഇന്നോവേറ്റേഴ്സ്, ഞാൻ പറഞ്ഞ 2.5% അകത്ത് നിൽക്കുന്നവർക്ക് അവരെന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഇൻ്റർനെറ്റ് വന്നപ്പോഴും അങ്ങനെ ആയിരുന്നു. ഇൻ്റർനെറ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരാണ് ആദ്യം 1990-കളിലും 92-കളിലും ഒക്കെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. ഇനി എങ്ങോട്ടാണ് ഈ ഇൻ്റർനെറ്റ് പോകാൻ പോകുന്നത്, ഈ ലോകം എങ്ങനെ കീഴടക്കാൻ പോകുന്നുള്ളൊരു വിഷൻ അവർക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് 2.5% അകത്ത് അഡോപ്ഷൻ ചെയ്തേക്കുന്ന ആളുകളും അതിനെക്കുറിച്ച് പഠിച്ചേക്കുന്നത്. ലോകം ഇനി അത് കാണാൻ പോകുന്നേ ഉള്ളൂ, ലോകത്തിന് മനസ്സിലാകാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ നമ്മൾ ഈ ഒരു വാല്യൂ എവിടെ കീപ്പ് ചെയ്യണമെന്നുള്ള കാര്യം. മനസ്സിലാകുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വേറെ ഹ്യൂജ് ആയിട്ടുള്ള ടോപ്പിക്ക് ഡിഫറെൻ്റ് ആണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. ടെക്നോളജി എന്ന് പറയുന്നത് എസ് കർവിലൂടെയാണ് പോകുന്നത്. ബിറ്റ്കോയിൻ ലോകത്തിൽ ഇപ്പോൾ അഡോപ്ഷൻ ചെയ്തേക്കുന്നത് ലെസ് ദാൻ 1%. ഇനിയാണ് ഗ്രോത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മളിനി ഈ ഒരു ഇന്നോവേറ്റേഴ്സിൽ നിങ്ങൾ വരണം. എയർലി അഡോപ്റ്റേഴ്സ് ആൾസോ എയർലി ആണ്, പക്ഷേ ഇപ്പോൾ നമ്മൾ 2.5-നകത്താണ്. 10% കയറുമ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് എക്സ്പോണൻഷ്യലി വളരും. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ഒരു ഡിമിനിഷിംഗ് റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ കാണുന്നില്ല നമ്മുടെ ലൈഫ് ടൈമിൽ ഞാൻ കാണുന്നില്ല. നോക്കിക്കേ, ഇൻ്റർനെറ്റ് നോക്കിക്കേ, സ്റ്റിൽ അഡോപ്റ്റിങ് 66% എത്ര കൊല്ലമായിട്ടിത് പോകുന്നു. ഇപ്പോഴും 66% ലോകത്ത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇൻ്റർനെറ്റ് തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ യഥാർത്ഥ ഒരു ഇൻ്റർനെറ്റിൻ്റെ യൂസ് നമ്മൾ കണ്ടു തുടങ്ങിയത് ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടു തുടങ്ങിയത് ഇപ്പോഴല്ലേ, കോവിഡിന് ശേഷമല്ലേ? അല്ലേ? എല്ലാവരും യൂട്യൂബിലുണ്ട്, എല്ലാവരും ഓൺലൈനിലുണ്ട്, ടിക്ടോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, റീൽസ് എല്ലാവരും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ? എന്ന് വന്നത് 1990-ൽ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നോവേഷൻ, ഇൻ്റർനെറ്റിൻ്റെ പുറത്ത് ഇന്നോവേഷൻ നടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ യഥാർത്ഥ യൂട്ടിലൈസേഷൻ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ 34 കൊല്ലങ്ങൾക്ക് ഇപ്പുറം. അപ്പോൾ ബിറ്റ്കോയിൻ ഒരു 15 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇനി എന്തെല്ലാം ഇന്നോവേഷൻസ് വരാൻ പോകുന്നു? ഗൈസ്, ദാറ്റ്സ് വൈ ഐ ആം സേയിങ്, ഐ ആം ഷൗട്ടിങ് ഫ്രം ദ റൂഫ് ടോപ്പ്, യു മസ്റ്റ് ബി ഇൻ റൈറ്റ് നൗ. മനസ്സിലാവുന്നുണ്ടോ? അത് ഇനി ഒരിക്കലും ചിന്തിക്കരുത് ഡിമിനിഷിംഗ് റിട്ടേൺ ആണ്, അല്ലെങ്കിൽ 0 to 100,000 വന്നു ഇസ് ബേബി. ബട്ട് ഈ 0 to 100,000 വരാനുള്ള കാരണമുണ്ട്. കാരണം ഇത് 21 മില്യനേ ഉള്ളൂ ലോകത്ത്, 21 മില്യൺ. അതുകൊണ്ടാണ് 0 to 100,000 ഇത് ഈസി ആയിട്ട് 15 ഇയേഴ്സ് കൊണ്ട് വന്നത്. ഇനി കാണാൻ പോകുന്നതാണ് ഈ പറയുന്ന പോലെ ഗ്രോത്ത്. കാരണം
ലോകത്തിലെ എല്ലാ വലിയ ഫണ്ടുകളും ഇനിയാണ് 2024 മുതലാണ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം ഒന്നും കൂടെ സംസാരിച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഈ ഒരു 2009 മുതലാണ് ബിറ്റ്കോയിൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലേ? ഈ 2009, 2010, ഈ 2010 0 ആണ്. എന്നിട്ട് ഏകദേശം 0.01 2010 വിടാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2009 0 ആയിരുന്നു, 2010 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിസ്കവറി സ്റ്റേജാണ് ബിറ്റ്കോയിൻ്റെ. അത് 0-ൽ നിന്ന് ആളുകളിലേക്ക് ഇതിന് വാല്യൂ പയ്യെ കണ്ടെത്തി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ഹ്യൂജ് ഗ്രോത്ത് ആണ്. നിങ്ങൾക്ക് കണ്ട് ഈ റൈറ്റ് സൈഡിൽ മൗസ് പോയിന്ററിൽ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നോക്കിയാൽ കാണാം, അവിടെ കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ ഒക്കത്തില്ല. മനസ്സിലായി? 434 ഇരട്ടി സംതിങ് ഇരട്ടിയിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എടുക്കണ്ട. ബാക്കിയൊന്ന് ശ്രദ്ധിച്ച് നോക്കി. 2011 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കും. അതെ, ഞാൻ സൈഡിലോട്ട് നീക്കി വെക്കുന്നു. ഓക്കെ, ഞാൻ ഒന്ന് വൈഡ് ആയിക്കോട്ടെ. 2011 മറിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നോക്കും 3 കൊല്ലം ബുൾ മാർക്കറ്റ്, ഒരു ബിയർ മാർക്കറ്റ്. 3 കൊല്ലം ബുൾ മാർക്കറ്റ്, ഒരു ബിയർ മാർക്കറ്റ്. 3 കൊല്ലം ഒരു ബുൾ മാർക്കറ്റ്, ഒരു ബിയർ മാർക്കറ്റ്. 3 കൊല്ലം, അതായത് 2025 ബുൾ മാർക്കറ്റാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം എന്താണ്? കഴിഞ്ഞ പാറ്റേണുകൾ അനുസരിച്ച്. പക്ഷേ എനിക്കിനി പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾ ഇനി ഈ ഒരു പാറ്റേൺ കണ്ടെന്ന് വരത്തില്ല. കാരണം ഇത് റീറ്റെയിലേഴ്സിൻ്റെ വേൾഡായിരുന്നു ഇതിനു മുന്നേ. ഇനിയാണ് ഹ്യൂജ് ആയിട്ടുള്ള മണി വരാൻ വേണ്ടി പോകുന്നത്. സോവറിൻ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ സോവറിൻ ഫണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു ബിറ്റ്കോയിൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ കീപ്പ് ഇറ്റ് ഫോർ 10 to 15, 25 years. അവരൊരിക്കലും ട്രേഡിങ് ചെയ്യുന്ന ആളുകളല്ല ഈ സോവറിൻ ഫണ്ട്. ദേ വിൽ കീപ്പ് ദാറ്റ് അസറ്റ് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുതലുണ്ടാവും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് കാണുന്നത് ബിറ്റ്കോയിൻ്റെ ചരിത്രത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ബൈയിങ് ഓർഡേഴ്സ് താഴെ കാണും എപ്പോഴും 24 hours. അതായത് ബിറ്റ്കോയിൻ ഈ റേഞ്ചിലേക്ക് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബൈ ഇറ്റ്. ബൈയിങ് റേഞ്ച് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബിറ്റ്കോയിൻ താഴോട്ട് വരുമ്പോൾ പെട്ടെന്ന് തിരിച്ച് കയറി പോകുന്നതിൻ്റെ അർത്ഥം. അതായത് ഇനി മുതൽ ബിറ്റ്കോയിൻ്റെ ഡ്രോപ്പ് ഈ പറഞ്ഞ പോലെ 86%, 85% കാണത്തില്ല. അത്രയും മാത്രം ബൈയിങ് പ്രഷർ ഇവിടെ ഉണ്ട്. മനസ്സിലാകുന്നു? അതിൻ്റെ കൂടെ ബിറ്റ്കോയിൻ അധികമില്ല. അതിൻ്റെ പ്രൈസ് അന്തരമാണ് ഇനി ഷൂട്ടപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, അതൊരു ജസ്റ്റ് ഒരു നിങ്ങളുടെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നത്. അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് 100K എന്നൊക്കെ പറയുന്നത്. ഇതിനെ അങ്ങനെ കാണരുത്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾക്ക് ഇന്നാവേണ്ടത് ഇപ്പോഴാണ്, റൈറ്റ് നൗ. നിങ്ങൾക്ക് 10 രൂപയ്ക്ക് വാങ്ങിക്കാം, 500 രൂപയ്ക്ക് വാങ്ങിക്കാം, 1000 രൂപയ്ക്ക് വാങ്ങിക്കാം. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഒരു ഫുൾ ബിറ്റ്കോയിൻ നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ യു ഷുഡ് ബി ഹിയർ, യു ഷുഡ് ബി ഇൻ. ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത് 0 ആണ്. ഒരു ബിറ്റ്കോയിനും ഇല്ലാതിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്ന സ്റ്റഡി അനുസരിച്ച് ഏറ്റവും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ. ബിറ്റ്കോയിൻ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ മൊത്തം വെൽത്തിൻ്റെ ഒരു 5 തൊട്ട് 10% ഇട്ടു. അപ്പോൾ അത് നശിച്ചു പോയാലും, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശ്വാസമില്ല, ബിറ്റ്കോയിൻ നാളെ ഇല്ല, 0യിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നത്തിങ് വിൽ ഹാപ്പൻ എന്നല്ല, അതിനെ നിങ്ങളുടെ ജീവിതത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊന്നും അത് സംഭവിക്കാൻ പോകുന്നില്ല. 5 തൊട്ട് 10% ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. അതൊരു ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ്. യു ഹാവ് ടു ഡു അറ്റ്ലീസ്റ്റ് ദാറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി വേറെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് നിർത്താം. Did you see this one? Trump may sign an executive order tomorrow to create US Bitcoin reserve using seized BTC. Maybe we will see tomorrow. ഞാൻ നിങ്ങളോട് പറയുന്നത്, നാളെ അത് കണ്ടാലും ഇല്ലെങ്കിലും യു ഷുഡ് ബി ഇൻ ബിറ്റ്കോയിൻ. മനസ്സിലായി? ഇനി കാണാൻ പോകുന്നതാണ് ബിറ്റ്കോയിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഇവിടെ കണ്ടല്ലേ, ഭൂട്ടാൻ ഈസ് ബെറ്റിംഗ് ബിഗ് ഓൺ ബിറ്റ്കോയിൻ. ഭൂട്ടാൻ കുറേ നാളായിട്ട് ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യുന്നുണ്ട്. ഭൂട്ടാനും കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. ചെറിയ രാജ്യങ്ങളാണ് ആദ്യം മുന്നോട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രോഗികൾക്കാണ് വൈദ്യന്മാരെ കൊണ്ട് പ്രയോജനം അല്ലേ? അസുഖമില്ലാത്തവർക്ക് വൈദ്യനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് ഈ പറയുന്ന പോലെ ഈ ശ്രീലങ്കയിലും വെനസ്വേലയിലൊക്കെ അവർ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. അതായത് നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു, ഒരു ഗ്രോസറി മേടിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ നിങ്ങൾ തക്കാളി മേടിക്കാൻ വേണ്ടി തക്കാളി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഒരാളിങ്ങനെ ഓടി നടന്ന് ഓരോരോ ഗ്രോസറിയുടെ പുറത്തും ഓരോരോ സ്റ്റിക്കർ പതിപ്പിക്കുന്നു.
അതായത് അയാൾ ആപ്പിളിൻ്റെ സെക്ഷനിൽ ചെന്നിട്ട് ആപ്പിളിൻ്റെ നേരത്തെ പതിപ്പിച്ചിരുന്ന സ്റ്റിക്കർ മാറ്റിയിട്ട് പുതിയ സ്റ്റിക്കർ വെക്കുന്നു. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ പൈസ 100 രൂപയായിരുന്നെങ്കിൽ അയാൾ കൊണ്ട് ഒട്ടിക്കുന്നത് 105 രൂപ എന്നുള്ളതായിരിക്കും. കാരണം ഇൻഫ്ലേഷൻ കാരണം അവരുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ചെയ്തുകൊണ്ടിരിക്കും ഫാസ്റ്റായിട്ട്. അപ്പം ഞാനിങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരു അമ്മയും കുഞ്ഞും കൂടെ ഗ്രോസറി സ്റ്റോറിൽ പോയി, ഇത് റിയൽ സ്റ്റോറിയാണ് കേട്ടോ. ഗ്രോസറി സ്റ്റോറിൽ പോകുമ്പോൾ മറ്റേ പുള്ളി ഇങ്ങനെ പയ്യെ കറങ്ങി ഓരോരുത്തർക്കും പോയി സ്റ്റിക്കർ ഒട്ടിച്ച് വരുവാണ്. അപ്പോൾ ഈ കുഞ്ഞിനോട് പറയുന്നത്, നീ ആ സ്റ്റിക്കർ പോയി മാറ്റുന്നതിന് മുന്നേ വേഗം പോയി അത് പോയി ബാസ്ക്കറ്റിൽ കൊണ്ടിടാൻ വേണ്ടി പറയുന്നത്. ഇത് റിയലായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്. കാരണം ഇൻഫ്ലേഷൻ 100%-നേക്കാളൊക്കെ മുകളിലാണ്. നിങ്ങൾ ഈ ഒരു കൊല്ലം പൈസ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം അതിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിരിക്കുന്ന പൈസ എത്രയും വേഗം കൈ കിട്ടുന്ന ഉടനെ തന്നെ ചിലവാക്കി പ്രോഡക്റ്റ് മേടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ സമയങ്ങളിൽ ആളുകൾക്ക് ബിറ്റ്കോയിൻ ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഇതിനേക്കാളും കാരണം ഫിയറ്റ് കറൻസി പോയിക്കൊണ്ടിരിക്കുന്ന 0-ൽ നിന്ന് 0-ലോട്ട് മാത്രമാണ്, തിരിച്ചു പോകത്തില്ല. ദർ ഇസ് നോ എൻഡ്. ബിറ്റ്കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ ടോപ്പ്. ആക്ച്വലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺ. അപ്പോൾ അവർക്ക് ബിറ്റ്കോയിൻ ഒരു കാര്യമായ ഇൻഫ്ലേഷൻ ഹെഡ്ജായി മാറി. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ലെബനനിൽ അത് വ്യത്യാസമായിരുന്നു. ലെബനനിൽ ആളുകളുടെ ബാങ്ക് സീസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ആളുകൾക്ക് അവിടെ ഉള്ളവർക്ക് ബാങ്ക് സീസ് ചെയ്യുന്നു, അവരുടെ പൈസ സീസ് ചെയ്യുന്നു. അവർക്ക് ബിറ്റ്കോയിൻ എന്താണ്? ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയി മാറുന്നു. മറ്റവർക്ക് ഇൻഫ്ലേഷൻ ഹെഡ്ജ്, ലെബനോൺസിന് സ്റ്റോർ ഓഫ് വാല്യൂ. എത്രയോ പേര് ലെബനോണിൽ ഈ ബിറ്റ്കോയിൻ കൈവശമാക്കിക്കൊണ്ട് ഒരു അസറ്റ്, അവർ വീടും കാര്യങ്ങളെല്ലാം വിറ്റ് ബിറ്റ്കോയിനിലാക്കിക്കൊണ്ട് രാജ്യം വിടുന്നു. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ ഞാനീ പറയുന്നത്? അപ്പോൾ ഓരോരുത്തർക്കും ബിറ്റ്കോയിനെ കാണുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ വളരെ ഫ്ലറിഷായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക്, അവിടെയുള്ള ജനങ്ങൾക്ക് ബിറ്റ്കോയിന് വലിയ വില കൊടുക്കുന്നില്ല. പക്ഷേ പയ്യെ ഇത് എല്ലാവർക്കും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും ഇത് വിചാരിക്കരുത് ലേറ്റാണെന്ന്. വി ആർ സോ എർലി. ഞാൻ പറഞ്ഞു ബിറ്റ്കോയിൻ വാസ് വാമിങ് അപ്പ് ഓൾ ദിസ് ഇയർ, 16 years. ഇനി സ്പ്രിൻറ്റ് തുടങ്ങാൻ വേണ്ടി പോവാണ്. 100 meter ഓട്ടം. 100 meter ഓട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, എത്രയും ഫാസ്റ്റായിട്ട് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നവരാണ് വിന്നർ. സോ ഇനിയുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്പ്രിൻ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഡോണ്ട് നെവർ miss that opportunity. That is once in a lifetime opportunity. That's what I am saying is a once in a lifetime opportunity. കാരണം ആ എസ് കർവ് കടന്നു പോകുന്നത് നമ്മുടെ പൈസ അതിനകത്തുണ്ടായിരിക്കണം, നമ്മുടെ വാല്യൂ അതിനകത്തുണ്ടായിരിക്കണം, ഇത്രയും നാൾ ഉണ്ടാക്കിയേക്കുന്ന വാല്യൂ അതിനകത്തുണ്ടായിരിക്കണം. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? സോ now it's up to you. You decide. Okay, so take care. Bye bye.